യമൻ തീരത്ത് ഒരു ഇന്ത്യൻ കപ്പൽ സ്ഫോടനം ഉണ്ടായി. ശരിക്കും പറയാം ഹൂത്തികൾ വല്ലതും ആക്രമിച്ചതാണോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ വല്ലതും ഉണ്ടാവും? ഒറ്റയടിക്ക് നമ്മൾ സംശയിക്കുന്നതും അങ്ങനെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്കടലിൽ നമ്മുടെ സേനകളൊക്കെ ഉണ്ടല്ലോ ഹൂത്തി ആക്രമണത്തിന് ചെറുക്കാൻ. അപ്പോൾ ഒരു ഇന്ത്യൻ കപ്പൽ ആക്രമണത്തിൽ പെടുന്നു എന്ന് പറയുമ്പോൾ അവിടെ വല്ല പ്രതിരോധത്തിന് ഹൂത്തികളെ പ്രതിരോധിക്കാൻ പോയ ഒരു ഇന്ത്യൻ കപ്പലായിരിക്കുമോ എന്നൊക്കെ നമ്മൾ ആദ്യം സംശയിക്കും. അങ്ങനെയാണെങ്കിൽ ഹൂത്തികൾക്ക് ആക്രമിക്കാം. ഹൂത്തികൾ മിസൈൽ അയച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇറാൻ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് ഇറാൻ വിമതരുടെ ഒരു മാധ്യമം പറഞ്ഞിട്ടുമൊക്കെ ഉണ്ട്, ഈ സംശയം ഉയർത്തിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിത് അന്വേഷിച്ച് വരുമ്പോൾ അങ്ങനെയല്ല. ഇത് MV ഫാൽക്കൺ എന്ന് പറഞ്ഞൊരു കപ്പൽ, ഇന്ത്യക്കാരൻ്റെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ്. കാമറൂണിന്റെ പതാക ആണ് അതിൻ്റെ അകത്തുള്ളത്. എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തത് കാമറൂണിലാണ്. ഇത് ഇറാനിൽ നിന്ന് ഗ്യാസ് കയറ്റി യമനിൽ ഹൂത്തികൾക്ക് കൊടുക്കാനായിട്ട് വന്ന കപ്പലാണത്. അതായത് ഇറാൻ്റെ ഗോസ്റ്റ് ഫ്ലീറ്റ് എന്ന് അമേരിക്ക വിളിക്കില്ലേ, ഇറാനിൽ നിന്ന് ക്രൂഡും ഗ്യാസും ഒക്കെ പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കും കൊടുക്കാനായിട്ട് അനധികൃത കപ്പൽ പ്രേത വ്യൂഹം എന്ന് പറഞ്ഞാൽ പഴയ വൃദ്ധ കപ്പലുകളൊക്കെ മേടിച്ചിട്ട് ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയി കാമറൂൺ പോലെ രജിസ്റ്റർ ചെയ്ത് അവരുടെ കൊടിയൊക്കെ വെച്ച് ഓടിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ്റെ കപ്പൽ ആണ് ഈ MV ഫാൽക്കൺ എന്ന് പറയുന്നത്. അപ്പം ഇത് ഈ ഇറാൻ്റെ അസലുയെ തുറമുഖത്ത് നിന്ന് സെപ്റ്റംബർ 25 LPG ഗ്യാസ് കയറ്റി യമനിലെ റാസ് ഈസ തുറമുഖത്തേക്ക് വരുന്ന കപ്പലാണ്. ശരിക്കും കോസ്റ്റിൽ വെച്ചിട്ടാണ് സംഭവം യമനിലെ. അപ്പോൾ ഹൂത്തികൾക്ക് വേണ്ടിയുള്ള ചരക്കാണിത്. തൊട്ടടുത്തൊരു ഗ്രീക്ക് കപ്പൽ ഉണ്ടായിരുന്നു. ഗ്രീസിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഭാഗത്ത് ഈ ചെങ്കടലിൽ ഹൂത്തികളെ ചെറുക്കാനുള്ള ആഗോള നാവിക വ്യൂഹം ഉണ്ടല്ലോ, അതിൻ്റെ കമാൻഡർ ശരിക്കും ഗ്രീസിൽ നിന്നുള്ള ആളാണ്. ആ ആഗോള സേനയുടെ ആസ്ഥാനവും ഗ്രീസിലാണ്. അപ്പം അങ്ങനൊരു കപ്പലാണ് ഈ സ്ഫോടനം നടന്ന ഈ ഇന്ത്യൻ കപ്പലിൽ നിന്ന് 24 നാവികരെ രക്ഷപ്പെടുത്തിയിട്ട് ഈ കപ്പൽ ട്രാക്ക് ചെയ്ത് ജിബൂട്ടിയിലേക്ക് കൊണ്ടുപോയി. ജിബൂട്ടിയിലെ അതിർത്തി സേനയ്ക്ക് 24 നാവികരെ കൈമാറി. ഇതിൽ 23 നാവികരും ഇന്ത്യക്കാരാണ്. ഒരാൾ മാത്രം യുക്രൈൻകാരനാണ്. 2 പേരെ കാണാനില്ല. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരിക്കാം 2 പേര്. അപ്പോൾ ഈ ഹൂത്തികളാണ് മിസൈലയച്ച് ഇന്ത്യൻ കപ്പൽ തീർത്തതാണ് എന്നൊക്കെ പറഞ്ഞത് കാര്യം ഹൂത്തികൾ ഡെനേ ചെയ്തിട്ടുണ്ട്. ഇറാൻ്റെ ഫ്ലീറ്റിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞിട്ട് ഇറാനും ഇറാൻ്റെ കപ്പലല്ലല്ലോ എന്തായാലും അവരും തള്ളി. അപ്പോൾ യമനിലെ ഏഡൻ തുറമുഖത്തിന് തെക്ക് കിഴക്ക് ആണ് ഈ ശനിയാഴ്ചയാണ് ഈ കപ്പലിൻ്റെ ഉള്ളിൽ സ്ഫോടനം ഉണ്ടായത്. അതിൽ നിറച്ചും LPG ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അർജൻറ്റ് ഡിസ്ട്രസ് റിക്വസ്റ്റ് അതിൻ്റെ ക്യാപ്റ്റനിൽ നിന്ന് കിട്ടിയിട്ടാണ് ഈ അവിടുത്തെ സേന, ഈ പ്രതിരോധ സേനയുണ്ടല്ലോ ഹൂത്തികൾക്കെതിരായ, അതിന് പറയുന്നത് അസ്പൈറ്റ്സ് എന്നാണ്. അസ്പൈറ്റ്സിൻ്റെ അവരൊരു ഓപ്പറേഷൻ നടത്തി. സാധാരണഗതിയിൽ അസ്പൈറ്റ്സിൻ്റെ ഓപ്പറേഷൻ എന്ന് കേട്ടാലും നമ്മൾ സംശയിക്കണം. അസ്പൈറ്റ്സ് എന്ന് പറഞ്ഞ സേന, അസ്പൈറ്റ്സ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഹൂത്തികൾക്കെതിരായ ഓപ്പറേഷന് നിലകൊള്ളുന്ന നാവിക വ്യൂഹമാണ് അവിടെ. ഗ്രീസിൻ്റെ നേതൃത്വത്തിൽ ആഗോള രാജ്യങ്ങളൊക്കെ നാവികരെയൊക്കെ അയച്ചു കൊടുത്തിട്ടുള്ള അസ്പൈറ്റ്സ് ഓപ്പറേഷനാണ് ഇതിൻ്റെ അകത്ത് നടന്നത്. ഇത് വായിക്കുമ്പോഴൊക്കെ എനിക്ക് സംശയമാണ്, അസ്പൈറ്റ്സ് ഓപ്പറേഷനാണ് നടന്നത് എന്ന് വായിക്കുമ്പോൾ തന്നെ ഇത് ഹൂത്തികൾക്കെതിരെയാണല്ലോ. അപ്പോൾ ഹൂത്തികൾ തകർത്തതായിരിക്കില്ലേ എന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ അങ്ങനെ ഡിസ്ട്രസ് റിക്വസ്റ്റ്, അപ്പോൾ അപകടത്തിൽപ്പെട്ട റിക്വസ്റ്റ് ആണെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തോ ആക്സിഡന്റ് സംഭവിച്ചതാണ്. പല കപ്പലുകളും പലയിടത്തും കത്തുന്നില്ലേ, അങ്ങനെ ആകാം. അപ്പോൾ ഇത് രക്ഷിച്ച സേനയുണ്ടല്ലോ, ആഗോള സേന,
അതിൻ്റെ കമാൻഡർ റെയർ അഡ്മിറൽ ആൻഡ്രിയ ക്വാന്തോ മത്തിയോ എന്ന് പറഞ്ഞ ആളാണ്, ഗ്രീക്കുകാരനാണ്. ഫോഴ്സ് കമാൻഡർ ഓഫ് അസ്പൈറ്റ്സ്, അദ്ദേഹമാണ് ഇത് ഏകോപിപ്പിച്ചത് ഓപ്പറേഷൻ, ഈ കപ്പൽ രക്ഷിക്കാനുള്ളത്, സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ. അപ്പോൾ കപ്പൽ ഇപ്പോൾ ജിബൂട്ടിയിൽ എത്തിയിട്ടുണ്ട്. സ്ഫോടനം കാരണം ആ ചെങ്കടലിൽ കൂടി പോകുന്ന മറ്റ് കപ്പലുകൾക്ക് ഒരു സേഫ് ഡിസ്റ്റൻസ് പാലിക്കണം എന്ന് അസ്പൈറ്റ്സ് നാവിക വ്യൂഹത്തിൻ്റെ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ എസ്പൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയൻ്റെ പട്ടാള ഓപ്പറേഷനാണത്, ഹൂത്തികൾക്കെതിരെയുള്ളത്. ചെങ്കടലിലെ ആഗോള കപ്പൽ ഗതാഗതത്തിന് എതിരെ, ചരക്ക് ഗതാഗതത്തിനെതിരെ ഹൂത്തികളുടെ ആക്രമണം ഉണ്ടല്ലോ, അതിനെ ചെറുക്കാനുള്ള ഓപ്പറേഷനാണ് ഈ എസ്പൈറ്റ്സ് എന്ന് പറയുന്നത്. ഗ്രീക്ക് വാക്കാണ് ഈ എസ്പൈറ്റ്സ് എന്ന് പറയുന്നത്. കവചം എന്നാണ് അർത്ഥം അതിന്, പ്രതിരോധ കവചം. അപ്പോൾ നിരീക്ഷണം, ചരക്ക് കപ്പലുകൾക്ക് അകമ്പടി പോവുക, ഇതൊക്കെയാണ് അതിൻ്റെ ജോലി. അപ്പോൾ ഗാസ യുദ്ധം മുതൽ ഹൂത്തികൾക്കെതിരെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. 2024 ഫെബ്രുവരി വരെ 4 യൂറോപ്യൻ യൂണിയൻ കൊടിയുള്ള കപ്പലുകളെ ഹൂത്തികൾ ആക്രമിച്ചിരുന്നു. ഫെബ്രുവരി 8-ാം തീയതി കഴിഞ്ഞ കൊല്ലം ഈ യൂറോപ്യൻ യൂണിയനിലെ അംഗങ്ങളെല്ലാം കൂടി ഈ ഓപ്പറേഷൻ തുടങ്ങി, ഓപ്പറേഷൻ എസ്പൈറ്റ്സ്. ഫെബ്രുവരി 19-നാണ് തുടങ്ങിയത്. ഗ്രീസിലെ ആസ്ഥാനം. ഹെലനിക് നേവിയുടെ ഒരു ഓഫീസറാണ് കമാൻഡർ. ഹെലനിക് നേവി എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് നേവി. 2023 ഡിസംബറിൽ അമേരിക്കൻ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന് പറഞ്ഞ ഈ ചെങ്കടലിൽ തന്നെ ഉണ്ടായിരുന്നു ഹൂത്തികൾക്കെതിരെ. അതും ഇതുമായിട്ട് ബന്ധമില്ല. ഓപ്പറേഷൻ അറ്റ്ലാന്റ എന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻ യൂണിയന്റെ കുറച്ചുകൂടി വിശാലമായ ഒരു ഓപ്പറേഷൻ വേറെ നടക്കുന്നുണ്ട്. അപ്പോൾ എസ്പൈറ്റ്സിന്റെ ഓപ്പറേഷൻ ബാബ് അൽ മന്ദബ്, ആ കടലിടുക്ക്, ഹോർമുസ് കടലിടുക്ക്, ചെങ്കടല്, ഏഡൻ ഉൾക്കടല്, അറബിക്കടൽ, ഒമാൻ ഉൾക്കടൽ, പേർഷ്യൻ ഗൾഫ്, ഇവിടെയൊക്കെ ഉണ്ട് അതിൻ്റെ ഓപ്പറേഷൻ. അടുത്ത കൊല്ലം ഫെബ്രുവരി 21 വരെ ഈ ഓപ്പറേഷൻ എസ്പൈറ്റ്സ് ഉണ്ടാവും. നാവിക വ്യൂഹം അവിടെ ഉണ്ടാവും. ഹൂത്തികൾക്കെതിരെയും പൈററ്റുകൾക്കെതിരെയും ഒക്കെ ഉണ്ടാവും. ഇതിൽ സ്വീഡൻ, ഫിൻലൻഡ്, എസ്തോണിയ, ലാത്വിയ, ഇറ്റലി, ഫ്രാൻസ്, ഗ്രീസ് ഒക്കെ ഉണ്ട്. 20 പേരെ 25 പേരെയൊക്കെ ഓരോ രാജ്യം അയച്ചു കൊടുത്തിട്ടാണ് ഈ സേന ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് അടുത്ത കാലത്ത് നമ്മളൊരു ചർച്ച ചെയ്തിരുന്നല്ലോ, ഈ ഇറാൻ്റെ ഗോസ്റ്റ് ഫ്ലീറ്റിൽപ്പെട്ട 2 ഇന്ത്യൻ കമ്പനികൾ, 2 ഇന്ത്യക്കാർക്കെതിരെ അമേരിക്കയുടെ ഉപരോധം വന്നതായിട്ട്. അത് വരുൺ പുലു, പിന്നെ സോണിയ ശ്രേഷ്ഠ എന്ന് പറഞ്ഞ് 2 പേർക്കെതിരെ. വേഗ സ്റ്റാർ, ബർത്ത ഷിപ്പിങ്ങിൻ്റെ, ഈ വേഗ സ്റ്റാറും ബർത്ത ഷിപ്പിങ്ങും 2 ഇന്ത്യൻ കപ്പൽ കമ്പനികൾ, പാമിർ എന്ന് പറഞ്ഞ കപ്പൽ, നെപ്റ്റ എന്ന് പറഞ്ഞ കപ്പൽ, ഇതൊക്കെ വേറെ സ്ഥലത്ത് കാമറൂൺ പോലുള്ള സ്ഥലങ്ങളിൽ കൊടി. ഒരെണ്ണം ചൈനയിലേക്കും ഇറാൻ്റെ എണ്ണ, ഒരെണ്ണം പാകിസ്ഥാനിലേക്കും എണ്ണ എത്തിക്കുന്ന 2 ഇന്ത്യൻ കപ്പലുകളായിരുന്നു. അതിനെതിരെ അമേരിക്കൻ ഉപരോധം വന്നിട്ടുണ്ട്. അപ്പോൾ 1994 പണിതാണ് MV ഫാൽക്കൺ എന്ന് പറഞ്ഞ ഈ കപ്പല്. അപ്പോൾ കപ്പലിൻ്റെ ട്രാക്കിംഗ് ഇപ്പം നമ്മൾ നോക്കുമ്പോഴും കപ്പൽ ട്രാക്കിംഗ് നമുക്കറിയാമല്ലോ, ഫ്ലൈറ്റ് റഡാർ വിമാനങ്ങളുടെ ഉണ്ട്. ഇതിപ്പോൾ ജിബൂട്ടിയിലുണ്ട്, നമുക്ക് തന്നെ കാണാം നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ. അപ്പോൾ ഇറാൻ്റെ ഗോസ്റ്റ് ഫ്ലീറ്റിൽപ്പെട്ട കപ്പലാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പല തിയറികളുണ്ട്. ഒരു സ്ഫോടനം നടന്നു. ആ സ്ഫോടനം ഹൂത്തികളുടെ മിസൈൽ കൊണ്ടാണെന്ന് ഇറാൻ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. പക്ഷെ അതാകാൻ സാധ്യതയില്ല. കാരണം ഇത് ഹൂത്തികൾക്കുള്ള ചരക്കാണ്, ഇറാൻ്റെ ഗോസ്റ്റ് ഫ്ലീറ്റിൽ പെട്ടതാണ്. അപ്പോൾ ഹൂത്തികൾക്കുള്ള ചരക്ക് യമൻ്റെ തന്നെ തീരത്തിൽ വെച്ച് ഹൂത്തികൾ ആ കപ്പൽ തകർക്കാൻ സാധ്യത വിരളമാണ്. അപ്പോൾ അതുകൊണ്ട് അതല്ലെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഉപരോധം പ്രഖ്യാപിച്ച അമേരിക്കയോ മറ്റോ ഇറാനിൽ നിന്ന് കടത്തുന്ന ഒരു കപ്പലിനെ ആക്രമിച്ചതാണെന്ന് കരുതണം. പക്ഷെ അങ്ങനെ ഒരു റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല.
പക്ഷെ അമേരിക്ക പലതും ചെയ്യും. കഴിഞ്ഞ ദിവസം നമ്മളൊരു അന്തർവാഹിനി അമേരിക്ക ആക്രമിച്ചത് ആ ചർച്ച ചെയ്തിരുന്നു. അതെ അതെ. അത് അന്തർവാഹിനിയൊന്നും അല്ല, ഒരു മീൻപിടുത്ത ബോട്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഷൂ എന്നിട്ട് തകർത്ത് കഴിഞ്ഞിട്ട് അന്തർവാഹിനി മീൻപിടുത്തക്കാരനെ കൊല ചെയ്ത ശേഷം അതാണ് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് നമ്മൾ ചർച്ച അതെ ചെയ്തത്. അതെ അതെ. ബ്ലാക്ക് എന്തുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ കാലഘട്ടത്തില് ഒരു ചിത്രം, ആ, മറ്റേതാകുമ്പോൾ കൂടുതൽ അറിയുമല്ലോ. അതെ. നമ്മളും സംശയം കോടി പ്രകടിപ്പിച്ചാണ് രൂപയുടെ എങ്ങനെ അന്തർവാഹിനി ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത്. ഉം. അത് വേറൊരു വിഷയമാണ്, വേറെ ചർച്ച നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പം ഇങ്ങനെ ഒരു ഇന്ത്യൻ കപ്പൽ യമൻ തീരത്ത് അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. എന്താണ് എങ്ങനെയാണെന്നുള്ളത് അറിയാനിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.